ഡ്രീം യുഗയുടെ ടയറിൻ്റെ റൈറ്റ് സൈഡ് വെട്ടി തേയണം, ബാക്ക് സൈഡിലെ ടയർ റൈറ്റ് സൈഡ് വെട്ടി തേയണം എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. വണ്ടി ഹോണ്ട ഡ്രീം യുഗയാണ് വണ്ടി. അപ്പോൾ നമുക്ക് ആ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ശരിക്കും അങ്ങനെ ടയർ വെട്ടി തേയുന്ന കംപ്ലയിൻറ്റുകൾ വരണമെങ്കിൽ അതിന് ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സുകൾ കാണിക്കണം. ഒന്ന്, നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ടാവണം. അതായത് ഫ്രണ്ട് ഫോർക്കും ബാക്ക് വീലും, ഫ്രണ്ട് ടയറും ബാക്ക് ടയറും തമ്മിലുള്ള അലൈൻമെൻറ്റിൽ വേരിയേഷൻ വരണം. രണ്ടും ഒരേ ലെവലായിരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വെട്ടി തേയും. പിന്നെ വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വെട്ടി തേയും. അതേപോലെ തന്നെ റിമ്മിന് കോട്ടം ഉണ്ടെങ്കിലും ടയർ വെട്ടി തേയാനുള്ള സാധ്യതയുണ്ട്. അതിന് പുറമെ ടയറിൻ്റെ കംപ്ലയിൻറ്റ്, ടയറിൻ്റെ ക്വാളിറ്റി പ്രോബ്ലം കൊണ്ടും ടയർ വെട്ടി തേയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ടയർ തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് വേരിയേഷൻ ഒന്നും കാണുന്നില്ല. പക്കയാണ്, കറക്റ്റ് അലൈൻമെൻറ്റിലാണ് ടയറും ഫ്രണ്ട് ടയറും ബാക്ക് ടയറും നിൽക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളതിൻ്റെ വീലിൻ്റെ ചെയിൻ സ്പോക്കറ്റും ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ബാക്ക് വീലിൻ്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു സൈഡ് കൂടാണെങ്കിൽ, ഈ സൈഡ് ടൈറ്റ് കൂടുകയാണെങ്കിൽ ഇങ്ങോട്ട് തിരിയും, അപ്പുറത്തെ സൈഡ് ടൈറ്റ് കൂടുകയാണെങ്കിൽ ഇങ്ങോട്ട് തിരിയും. അങ്ങനെ വരുമ്പോഴും ഫ്രണ്ടും വീലും ബാക്ക് വീലും തമ്മിലുള്ള ആ കറക്റ്റ് ആ റൂട്ട്, റൺ ചെയ്യണ റൂട്ടിൽ വേരിയേഷൻ വരും. അങ്ങനെയും പ്രോബ്ലം വരാം. അപ്പോൾ ഇത് നമ്മളതെല്ലാം ചെക്ക് ചെയ്തിരുന്നു. അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേരിയേഷൻ ഒന്നും ഉണ്ടായി, ചെറിയൊരു ഇതാണ് ഈ സൈഡ് ഉണ്ടായുള്ളൂ. അതൊരു വെട്ടി തേയാനായിട്ടൊരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ശേഷം നമ്മളതിൻ്റെ റിമ്മിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ റിമ്മിന് കോട്ടോ കാര്യങ്ങളൊന്നുമില്ല. വീൽ ബെയറിങ്ങിൻ്റെ കേസ് നോക്കിയിരുന്നു. വീൽ ബെയറിങ്ങിന് പ്ലേയോ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാക്ക് സസ്പെൻഷൻ പ്രോബ്ലം, ഇവിടെ ബുഷിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഈ സെയിം കംപ്ലയിൻറ്റ് കാണിക്കാം. പക്ഷേ അതും ഈ മോഡൽ വണ്ടിയുടെ ഒന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വരാറില്ല പൊതുവെ. അത് ചെക്ക് ചെയ്തു, അതിനും നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട് വീലിൻ്റെ ആയാലും ബെയറിങ് കാര്യങ്ങളോ കോൺസെപ്റ്റിനോ അങ്ങനെ പറയത്തക്ക വേറൊരു കംപ്ലയിൻറ്റ് നമുക്കിപ്പോൾ ടയർ വെട്ടി തേയാനായിട്ട് ഇന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ് വെട്ടി തേയണതെന്ന് പറയാൻ തക്ക ഒരു കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ടയറിൻ്റെ ക്വാളിറ്റിയാണ് നമുക്ക് സംശയിക്കേണ്ടതുള്ളൂ. കാരണം ഒരു പകുതി കഴിഞ്ഞ് ഏകദേശം ഒരു പകുതിയോടടുത്ത് എത്തിയ പിന്നെയാണ് വെട്ടി തേയൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ സൈഡ് തേയ്മാനമുണ്ട്, അത് നോക്കുമ്പോൾ നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. അത് കുറേ കൂടി ഓടിക്കുക, അതിന് ശേഷം ടയറൊന്നും മാറ്റി നിറയ്ക്കുക, അങ്ങനെ ഉപയോഗിച്ച് തീർക്കാനേ പറ്റുള്ളൂ ഈ ടയർ കേട്ടോ. നെക്സ്റ്റ് ഇനി അടുത്തൊരു പുതിയ ടയർ ഇടുമ്പോൾ സെയിം പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കംപ്ലയിൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് നമുക്കൊരു കംപ്ലയിൻറ്റ് വരാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഒരു കംപ്ലയിൻറ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 3-4 കാര്യങ്ങളാണ്, അതൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിലാണ് വണ്ടി നിൽക്കുന്നത്. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോഴേലും ഹാൻഡിൽ ടൈറ്റോ കാര്യങ്ങളോ വണ്ടി സൈഡ് വലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ നോക്കിയിരുന്നു. നിലവിലിപ്പോൾ ടയറിൻ്റെ ആണ് അതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് തോന്നുക. അവർ കുറച്ചും കൂടി ഓടി കഴിഞ്ഞപ്പോൾ ടയർ ഇതിപ്പോൾ സൈഡ് റൊട്ടേഷനുള്ള ടയറല്ല, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മറച്ച് നിറയ്ക്കാവുന്നതാണ്. റൊട്ടേഷൻ ചില ടയറിൽ റൊട്ടേഷൻ ടയർ ഉണ്ടാവും, അത് ആ ഡയറക്ഷനിൽ മാത്രമേ കറങ്ങാൻ പാടുള്ളൂ. ഇതിന് അങ്ങനത്തെ പ്രോബ്ലം ഉള്ള ടയറല്ല അത്. ഇത് രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഓടിക്കഴിഞ്ഞ് നമ്മൾ ടയറൊന്നും മറച്ച് നിറയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ടയർ മാറ്റി ഉപയോഗിച്ച് തീർന്നിട്ട് മാറ്റിയിടാം, പുതിയതിടുമ്പോഴും ഈ കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണം എന്തെങ്കിലും കാണിക്കേണ്ടി, അത് വണ്ടി ഇട്ടിട്ട് ഓടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം ഒരു കുറച്ച് ഓടുമ്പോഴത്തേക്ക് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സൈഡിൽ കളർ വേരിയേഷൻ വരും. കൂടുതൽ റോഡുമായിട്ട് ഗ്രിപ്പായിട്ട് വരുമ്പോൾ ഈ സൈഡ് ബ്ലാക്ക് ഷെയ്ഡ് കൂടുതൽ കാണിക്കും. ഇവിടത്തേക്കാളും ഈ ഭാഗത്തേക്കാളും കുറച്ചൊരു ബ്ലാക്ക് കളർ കൂടുതൽ വരും ഈ സൈഡിൽ. തേയ്മാനം ഏത് സൈഡിലാണോ ആ സൈഡിലെ ടയറിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് കാണിക്കും. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ട കേസുള്ളൂ. കാരണം അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സസ്പെൻഷൻ്റെ ബെയറിങ്ങൊക്കെ നയിച്ച് ചേഞ്ച് ചെയ്യുക, ആ വീലിൻ്റെ ആ കറക്റ്റ് പൊസിഷൻ റോഡുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് കറക്റ്റ് ആണെന്നുള്ള ദിവസം ഉറപ്പ് വരുത്തുക. അതന്നെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയത്തക്ക വേറെ യാതൊരുവിധ കംപ്ലയിൻറ്റും കാണുന്നില്ല. ടയറിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ടയർ കടയിൽ നിന്ന് കയറ്റിയിട്ട് അവരുടെ ഒപ്പീനിയനും കൂടി വേണമെങ്കിൽ ഒന്ന് ചോദിക്കാവുന്നുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കേസ്. ടയർ സ്പെഷ്യലൈസ് ചെയ്യുന്ന ടീമുകളുടെ അടുത്ത് അവരുടെ അടുത്ത് കൂടി ഒന്ന് ചോദിക്കാം. ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഭാഗത്ത് മെക്കാനിക്കൽ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഭാഗത്ത് യാതൊരുവിധ കംപ്ലയിൻറ്റും കാണുന്നില്ല കേട്ടോ.